PR ഏജൻസികളുടെ ഭാഗമായിട്ട് സിനിമാ നടിമാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ രണ്ടുപേരുണ്ടല്ലോ, എന്തായാലും തൻവിയും അനുശ്രീ, അതുപോലുള്ള തൻവിയെ പോലെ അനുശ്രീയെ പോലെയൊക്കെയുള്ള നടിമാരിങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇവർക്ക് PR ഏജൻസികളുടെ മട്ടിൽ ഇയാൾക്ക് ഇതുപോലെ ഗുരുതരമായ തെളിവുകൾ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിറങ്ങി തിരിച്ചിരിക്കുന്നു. അപ്പൊ മാറി നിൽക്കുന്ന ഈ പെൺകുട്ടിക്ക് എന്താണ് കരുതുക? ഇവരെ പോലെ ശക്തരായ ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ പരാതിപ്പെടാമെന്ന് തോന്നിക്കൂടെ അവർക്ക് പരാതിപ്പെടാം. എന്നിട്ട് പറയാണ് എന്താണ് പരാതിയില്ലാത്തത്, പരാതിപ്പെടും. അപ്പൊ നമ്മൾ കോടതി ചെന്ന് കഴിഞ്ഞിട്ട് അതെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം. ആദ്യം മുതൽ ഇന്നിപ്പോൾ ജേർണലിസം ക്ലാസ് ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ. അതായത് ഇങ്ങനെയൊക്കെയാണോ ഒരു വാർത്ത കൊടുക്കുക? ആദ്യം എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ അത് കൊടുക്കാനെന്ന്. ഇയാളോട് 1500 തവണ ചോദിച്ചു, അത് നിങ്ങളുടെ ശബ്ദമാണോ എന്ന്. 1500 തവണ ആദ്യം മുതൽ ഇയാളോട് ചോദിക്കുന്നുണ്ട്. ഇയാൾ കമാന്ന് മിണ്ടുന്നുണ്ടോ? എല്ലാം ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് സ്ക്രീനാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ പറയുകയാണ് എല്ലാം ഇത് നിങ്ങൾ ജേർണലിസം ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഞാൻ പഠിപ്പിച്ചു തരാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അപ്പോൾ ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഇത് ഒരു പ്രത്യേക തരം മാനവനിലയുള്ള ആളുകളാണ് ഈ രീതിയിലൊക്കെ പെരുമാറുക.